ങ്ങളും അവിടുത്തെ നിലപാടുകളും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അർമേനിയൻ കൂട്ടക്കൊലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇസ്രായേല് 15 ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ കൊന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് പള്ളിയിലച്ചന്മാർ അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയങ്ങളായിരുന്നു നമ്മുടെ വിഷയങ്ങൾ. നമ്മളെ ഇന്നത്തെ കോയ എന്ന് പറഞ്ഞ പരിപാടി ഭയങ്കര ഹിറ്റായി വരുമ്പോഴാണ് ടീച്ചർ മുങ്ങിയത്. അതെ, ആളുകൾ ഇങ്ങനെ കേട്ടിങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു വരികയായിരുന്നു. എന്തായാലും ടീച്ചറുടെ അഭിപ്രായങ്ങളൊക്കെ പറയും. സാരമില്ല, കുഴപ്പമില്ല, നമുക്കിനി തുടങ്ങാമല്ലോ, പ്രശ്നമില്ല. അത് ക്ലബ് ഹൗസിന് പ്രശ്നം പറ്റിയതാണ്. നമ്മള് ചിലപ്പോൾ ആ ചർച്ചയിൽ ഒരുപാട് ആളുകൾ ചോദ്യങ്ങളുമായി വരുന്നു, അഭിപ്രായങ്ങൾ വരുന്നു, ചർച്ചകൾ സജീവമാകുന്നു എന്ന് കാണുമ്പോൾ സർവ്വസാധാരണമാണ്. ഇവരിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇവർക്ക് ഈ രൂപത്തിലേ പറ്റുള്ളൂ. എൻ്റെ 16 ഫേസ്ബുക്ക് ID ആണ് പൂട്ടിപ്പോയത്. അപ്പോൾ ഇവരിങ്ങനെയൊക്കെ ചെയ്യും. സാരമില്ല, അല്പം സമയം എടുത്തെന്നല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. നമുക്ക് ഇനിയാണെങ്കിലും ഇന്നത്തെ കോയ നമുക്ക് തുടങ്ങാന്നുള്ളതല്ലേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഈ ക്ലബ് ഹൗസും മറ്റേ യൂട്യൂബ് നാളെ നിന്നു പോരല്ലോ. നമുക്ക് ഇങ്ങനെ ഒഴിവിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടുപോകല്ലോ. കാര്യം അപ്പൊ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച കേട്ടോ പറയുന്നത്. ഞാൻ ഈ 15 ലക്ഷത്തോളം ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഇവിടെ കൊല്ലപ്പെട്ടു, അർമേനിയയിൽ കൊല്ലപ്പെട്ടു. ആർക്കും ഒരു പ്രശ്നമില്ല. അത് എന്താണ് അതിന്റെ കാരണം എന്നുള്ളതാണ് ടീച്ചർ മനസ്സിലാക്കുന്നത്. ഇപ്പോ ലോകം ഇന്നുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു മനുഷ്യ കൂട്ടക്കുരുതികളിൽ ഒന്നായിരുന്നു അർമേനിയൻ വംശഹത്യ. അത് ചരിത്രം പോലും കൃത്യമായ രൂപത്തിൽ അത് തങ്കലിപികളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോമൻ തുർക്കിയുടെ രാഷ്ട്ര സ്ഥാപനത്തിനു വേണ്ടി കൊന്നു തള്ളിയത് ലക്ഷക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികളെ ആയിരുന്നു. നിരവധി ക്രൈസ്തവ യുവാക്കളാണ് ഈ വംശഹത്യയുടെ ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇരയായത്. ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ സാധിക്കുന്ന സംഗതിയല്ല. ഇപ്പോ സിറിയൻ മരുഭൂമിയിലേക്ക് നാട് കടത്തപ്പെട്ട ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ, അവരെ മരുഭൂമിയിൽ പോലും വിടാതെ അവിടെ വെച്ചിട്ട് തന്നെ കൂട്ടമായിട്ട് ബലാത്കാരം ചെയ്യുന്നു, പീഡിപ്പിക്കുന്നു, കഴുത്തറുത്തെടുക്കുന്നു, കൊല്ലുന്നു, എന്തെല്ലാം രൂപത്തിൽ ചെയ്യുന്നു എന്നാണ് അർമേനിയൻ വംശഹത്യയെ സംബന്ധിച്ച് ചരിത്ര രേഖകളിൽ അത് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. ഇപ്പൊ പ്രശസ്തനായിട്ടുള്ള സഞ്ചാരി ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിന്റെ ഒരു ഡോക്യുമെന്ററിയില് അർമേനിയൻ വംശഹത്യയെ പറ്റിയും അതിന്റെ ഭീകരതയെ കുറിച്ചിട്ടും കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇന്നലെ വരെ അധികം ആളുകൾ കൈവയ്ക്കാൻ സാധ്യതയില്ലാത്ത ഭയന്നിരുന്ന ഒരു മേഖലയിലാണ് ജോർജ് കുളങ്ങര കൃത്യമായിട്ട് തന്റെ നിലപാടുകളും അവിടുത്തെ സാഹചര്യങ്ങളും വിവരിക്കുന്നത്. കൗമാരക്കാരായിട്ടുള്ള യുവതികളെ ബലാത്സംഗം ചെയ്ത് നഗ്നരാക്കി മരുഭൂമിയിൽ കുരിശിൽ തറച്ചു കൊന്ന പൈശാചികതയിൽ തുടങ്ങി ഒട്ടനവധി ക്രൂരതകൾ അർമേനിയൻ കൂട്ടക്കുരുതിയുടെ പുറകിലുണ്ട്. അർമേനിയൻ കൂട്ടക്കുരുതിയെ കുറിച്ചിട്ട് വിക്കിപീഡിയയെ തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. 1915 ഏപ്രിൽ 24 ഓട്ടോമൻ അധികാരികൾ നൂറുകണക്കിന് അർമേനിയൻ ക്രിസ്ത്യാനികളെ, അവരുടെ നേതാക്കളെ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു, നാടുകടത്തുന്നു. ഇതൊന്നും ഒരു തലത്തിലും അവസാനിക്കുന്നതല്ല. ഇപ്പൊ അർമേനിയക്കാരെ മാത്രമല്ല, ഹമാസിലാണെങ്കിൽ നമ്മൾ ഇത് തന്നെയല്ലേ കണ്ടത്. ഇപ്പോ തലാത്ത് പാഷ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉത്തരവനുസരിച്ച് 1915-ലും 16-ലും 8 ലക്ഷം മുതൽ, നോക്കണം, 8 ലക്ഷം മുതലാണ് അർമേനിയക്കാരെ സിറിയൻ മരുഭൂമിയിലേക്ക് മരണ മാർച്ചുകൾക്ക് അയച്ചത്. വസ്ത്രമില്ലാതെ, നഗ്നപാതരായി, ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, പൊരി വെയിലില്. അതുകൊണ്ട് തന്നെയാണ് അതിന് മരണ മാർച്ചുകൾ എന്ന പേര് പോലും വന്നത്. അർദ്ധ സൈനികരുടെ അകമ്പടിയോടുകൂടി നാട് കടത്തപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഭക്ഷണത്തിനു വേണ്ടി അവർ യാചിക്കുമ്പോൾ തല ചുറ്റി അവർ താഴെ വീഴുമ്പോൾ അവരെ ഭോഗിക്കുവാണ് ഇവരെ. വെള്ളം കൊടുക്കുന്നില്ല, എന്നിട്ട് ഇവരെ ബലാത്കാരം ചെയ്യുന്നു. ഇതൊക്കെ ഇവർ യാതൊരു കൂസലുമില്ലാതെ തന്റെ മുമ്പിൽ കിടന്ന് പെടയുന്നത് മനുഷ്യരാണ് എന്ന് പോലും ചിന്തിക്കാതെ ചെയ്തതാ. സിറിയൻ മരുഭൂമിയിൽ അതിജീവിച്ച ആളുകളെ തടങ്കൽ പാളയത്തിലേക്ക് ചിതറി ഓടിപ്പിച്ചു ഇവരെ. 1916-ലെ കൂട്ടക്കൊലകൾ വലിയ രൂപത്തിലുള്ള തരംഗമാണ് ഉണ്ടാക്കിയത്. ആ വർഷത്തിന്റെ അവസാനത്തോടുകൂടി 2 ലക്ഷം ആളുകളെ നാടുകടത്തപ്പെട്ടു. അവരെ ജീവനോടുകൂടി തന്നെ മരുഭൂമിയിൽ ഉപേക്ഷിക്കുന്നു. ഏതാണ്ട് 1 ലക്ഷം മുതൽ 2 ലക്ഷം ആളുകളെ അർമേനിയൻ സ്ത്രീകളും കുട്ടികളും നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. അങ്ങനെ, കാരണം അവർക്ക് പിന്നെ ജീവിക്കാൻ നിവൃത്തിയില്ല. അവരുടെ മുമ്പിൽ വെച്ചു മക്കളെ ബലാത്കാരം ചെയ്യുന്നു, മാതാപിതാക്കളെ കൊന്നു തള്ളുന്നു.
ഭാര്യമാരെ ബലാത്കാരം ചെയ്യുന്നു, അവരെ അംഗച്ഛേദനം നടത്തുന്നു. അങ്ങനെ അവർ മതം മാറാൻ നിർബന്ധിതരായി ജീവനെങ്കിലും തിരിച്ചു കിട്ടുമല്ലോ എന്ന്. അങ്ങനെ കുറെ ആളുകൾ മതം മാറ്റപ്പെട്ടു ആ കാലത്ത് തന്നെ. അതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കി ദേശീയവാദികൾ നടത്തിയ തുർക്കി സ്വാതന്ത്ര്യ സമരത്തിലൂടെ അർമേനിയയിലെ അതിജീവിച്ച ആളുകളെ പോലും ഇവർ കൂട്ടക്കൊല ചെയ്തു. തുടർന്ന് ഒരാളു പോലും അവശേഷിക്കരുത് എന്ന ലക്ഷ്യത്തോടുകൂടി വംശീയ ഉന്മൂലനം തുടർന്നുകൊണ്ടേയിരുന്നു. ഈ വംശഹത്യ കിഴക്കൻ ഈ അനറ്റോലിയ എന്ന് പറയുന്ന സ്ഥലത്ത് 2000-ലധികം വർഷത്തെ അർമേനിയൻ നാഗരികതയ്ക്ക് വിരാമമിടുകയാണ് ചെയ്തത്. ഇപ്പൊ സിറിയൻ, ഗ്രീക്ക്, ഓർത്തഡോക്സ് ഈ ക്രിസ്ത്യാനികളുടെയൊക്കെ കൂട്ടക്കൊല, ഇവരുടെ പുറത്താക്കല്, നാടുകടത്തല്, ഇതിനെ വംശീയ അധിക്ഷേപം അതല്ലെങ്കിൽ വംശീയ ഉന്മൂലനമായിട്ട് തുർക്കി രാഷ്ട്രമായിട്ടുള്ള റിപ്പബ്ലിക് ഓഫ് തുർക്കി സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവരൊക്കെ ചെയ്തത്. അർമേനിയക്കാരെ നാട് കടത്തുന്നത് വംശഹത്യ എന്ന് വിശേഷിപ്പിക്കാൻ ഇന്നും ക്രിസ്ത്യാനികൾക്ക് പോലും സാധിച്ചിട്ടില്ല. കാരണം അതിനു പോലും സാധിക്കാത്ത നിയമാനുസൃതമായിട്ടുള്ള നടപടിയാണ് എന്ന് തുർക്കി സർക്കാർ വിലയിരുത്തുകയും ചെയ്തു. കാരണം തുർക്കിക്ക് അത് അനിവാര്യമായിരുന്നു. 2022 കണക്കനുസരിച്ചിട്ട് 33 രാജ്യങ്ങൾ ഈ സംഭവങ്ങളെ വംശഹത്യയായിട്ട് അംഗീകരിച്ചു. തുർക്കിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആ തുർക്കി മനോഭാവമുള്ള കുറച്ച് പാകിസ്ഥാനികളും കുറച്ച് ബംഗ്ലാദേശികളും കുറച്ച് സിറിയക്കാരും കുറച്ച് ഹമാസുകാരും ഒക്കെ ചേർന്നാണ് ഈ കേരളക്കരയിലും ഉള്ള കുറച്ച് ഫാൻസ്. അവർക്കും അത് വംശഹത്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഇന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇതൊക്കെ മറന്ന് വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ആശയത്തിന്റെയും ആദർശത്തിന്റെയും ഒക്കെ പേരിൽ പല രൂപത്തിലുള്ള അക്രമങ്ങളും ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്നത് മതമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നുവരെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള അർമേനിയൻ വംശഹത്യയെ കുറിച്ചിട്ട് നമ്മളല്ലാതെ മറ്റാര് സംസാരിക്കും ഈ വിഷയത്തെ സംബന്ധിച്ച്? ഓക്കെ, ഞാൻ ഇവിടെ പറയുന്നത് കേട്ടാണ്, ഞാൻ അതിന്റെ വാർത്തകൾ കണ്ടിട്ടില്ല ടീച്ചറെ. അതായത് സ്പെയിനിൽ നമ്മുടെ മാർപ്പാപ്പ പോയിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ദിവസം മുന്നേ. എന്നിട്ട് അഭയാർത്ഥികളെയൊക്കെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ അങ്ങനെ അതിന് അവിടുത്തെ സർക്കാർ വില്ലിങ് ആയിട്ടുണ്ടെന്നും ലക്ഷക്കണക്കിന് ആളുകള് സ്പെയിനില് ഈ പൗരത്വം കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിച്ചു എന്നുള്ള വാർത്തകളൊക്കെ ഇവിടുന്നാരോ മാത്യു സാറിനോ പറയുന്നത് കേട്ടു. ഞാൻ അതിന്റെ കാര്യങ്ങളൊന്നും വാർത്തകളൊന്നും കേട്ടിട്ടൊന്നുമില്ല. ടീച്ചർ അറിഞ്ഞിട്ടുണ്ടോ ആ വിഷയം? ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടുപോയിരുന്നു. ഞാനത് എവിടെയോ ഒരു പോസ്റ്റ് രൂപത്തിൽ ഞാൻ ഫേസ്ബുക്കിലാണോ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റിയിലാണോ എന്നറിയില്ല, ഞാനത് എഴുതിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. മാർപ്പാപ്പയുടെ ആ ഒരു പ്രഖ്യാപനം അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർക്കുന്നില്ല ഞാൻ. അതായത് മാർപ്പാപ്പ യൂറോപ്പ് മൊത്തത്തിൽ കുളം തോണ്ടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലെ? മാർപ്പാപ്പയ്ക്ക് ഈ വർഗത്തെ വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരുവായ്ക്ക് എതിർവായില്ലാതെ ആളുകൾ സ്വീകരിക്കും. അദ്ദേഹത്തിന്റെ ഇസ്ലാം മത തീവ്രവാദികളോടുള്ള ഈ ഇടക്കാലത്തെ പല പ്രസ്താവനകളും മൃദു സമീപനങ്ങളും ശരിക്കു പറഞ്ഞാൽ ലോകത്തെ മുഴുവനും അപകടകരമായ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. കാരണം നഞ്ചെന്തിന് നന്നാഴി എന്ന് ചോദിക്കുന്നത് പോലെ ഇവരൊന്നോ ഒരു മുറിയോ മതിയാകും എന്തെല്ലാം രൂപത്തിലുള്ള ഭീകരതകളും സൃഷ്ടിക്കാൻ. ഇപ്പോ മാർപ്പാപ്പ ഇസ്ലാം മത തീവ്രവാദത്തോടും ഭീകരവാദത്തോടും മൃദു സമീപനം സ്വീകരിക്കുകയും അഭയാർത്ഥികൾക്ക് പരവതാനി വിരിച്ചു പച്ചക്കൊടി കാണിക്കുകയും ചെയ്യുന്ന രീതിയെ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളെങ്കിലും എതിർക്കുമോ, വിമർശിക്കുമോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കാരോടും അന്ധമായ അനുകരണമില്ല. ഒരാൾ ആത്യന്തികമായി എല്ലായ്പ്പോഴും ശരിയായിരിക്കുമെന്നോ എല്ലായ്പ്പോഴും തെറ്റായിരിക്കുമെന്നോ നമുക്ക് നിലപാടുകളില്ല. ശരി ചെയ്താൽ നമ്മൾ പിന്തുണയ്ക്കും, തെറ്റാണ് എന്ന് നമുക്ക് തോന്നിയാൽ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ അതിനെ എതിർക്കുകയും ചെയ്യും. ഇപ്പൊ മാർപ്പാപ്പ ഈ ഇടയ്ക്ക് കാണിക്കുന്ന ഇത്തരം തെണ്ടിത്തരങ്ങളെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ അഭയാർത്ഥികള് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എന്തെല്ലാം രൂപത്തിലുള്ള ഭീകരതകളാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇപ്പൊ സിറിയയിൽ നിന്ന് കയറിയ ഒരു അഭയാർത്ഥി UK-യിലെത്തി. ഒരു 14 വയസ്സുള്ള ഒരു കൊച്ചിനെ കണ്ടപ്പോഴേക്ക് ഇവൻ കയറി പിടിക്കാൻ പോയി. ആ കൊച്ചു കിടന്ന് അലറി വിളിച്ചപ്പോഴേക്ക് പോലീസുകാരൊക്കെ ചുറ്റിനും വന്നു. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു, എന്റെ രാജ്യത്ത് ഇതൊക്കെ നിയമാനുസൃതമാണ്. എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ ഒരു അടുപ്പം തോന്നി, ആഗ്രഹം തോന്നി. അപ്പോ ഈ പോലീസുകാരൊക്കെ കൂടിയെടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്ത് ഇതൊക്കെ നിയമവിധേയമല്ല എന്ന് പറഞ്ഞു. അപ്പോ ഞങ്ങളുടെ രാജ്യത്ത് ഇത് പ്രശ്നം, ഇത് നിങ്ങളുടെ രാജ്യമല്ലല്ലോ, പഠിക്കാൻ വന്നവൻ പഠിച്ചിട്ട് പോണം.
അപ്പൊ ഞങ്ങളുടെ രാജ്യത്തെ നിയമം അനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നവന്റെ സുന മുറിക്കലാണ് ഞങ്ങളുടെ രീതി. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? സുനയും പൊത്തി പിടിച്ചിട്ട് ഇവൻ അങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങി. ആ വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ എടുത്തിട്ട് ഞാൻ 3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവൻ അറിയാതെ ചെയ്തു പോയതല്ലേ, ഇവന്റെയൊക്കെ പെങ്ങന്മാരെ പിടിക്കണം, ഇവന്റെയൊക്കെ മക്കളെ പിടിക്കണം. മറ്റൊരു സിറിയൻ അഭയാർത്ഥി UK തന്നെയാണ്. അവൻ പാർക്കിൽ നിന്ന കുറച്ച് കുട്ടികളെ കത്തി കാണിച്ചിട്ട് വരച്ച് ഭീഷണിപ്പെടുത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് 14 കുഞ്ഞുങ്ങളാണ് ആശുപത്രിയിലായത്. ഇതൊന്നും മാർപ്പാപ്പ അറിയായിട്ടോ മനസ്സിലാക്കായിട്ടോ അല്ല. പക്ഷെ അദ്ദേഹത്തിന് ഇസ്ലാം മത പ്രീണനം എന്തിനാണ് എന്നറിയില്ല. ഏത് സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടിയാണെങ്കിലും ശരി, മറ്റു മനുഷ്യന്മാരുടെ ജീവൻ ബലി കഴിക്കുന്ന ഈ രീതിയോട് നമുക്ക് സമരസപ്പെടാൻ പറ്റില്ല. യൂറോപ്പിലൊരു സിറ്റിസൺ വിജിലന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ നിരോധിച്ചിട്ടുണ്ട്. ടീച്ചറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. പക്ഷെ അത് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള സിനിമയാണ്. ആ സിനിമയാണ് ഞാൻ മുകളിൽ ഇവിടെ പിങ് ചെയ്തിട്ടുള്ളത്. ടീച്ചർ കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്? അതായത് അഭയാർത്ഥികൾ വന്നിട്ട് അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതിനെതിരെയുള്ള പ്രതിരോധങ്ങളുമാണ് സിനിമയുടെ കഥ പറയുന്നതെന്നാ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, എന്ന് കാണും സിനിമ. ടീച്ചർ കേട്ടിട്ടുണ്ടോ അതിനെ കുറിച്ചിട്ട്? എനിക്കറിയാം. ഞാൻ ആ സിനിമയെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, റിവ്യൂ ചെയ്തിട്ടുണ്ട്, പോസ്റ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട്. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അതിന്റെ പ്രമേയം മാത്രം ഏതാണ്ട് ഒരു സ്ക്രിപ്റ്റ് ഏതോ ഒരു ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയതാ. പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ ഇറക്കാനും അതിനെ പറയാനും പോലും സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു നാടായിട്ട് അവിടേക്ക് മാറി. UK ജർമ്മനിയിലൊക്കെ ആ സിനിമ നിരോധിച്ചെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് കോയമാര് ഏകദേശം അവിടെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കോയമാർക്കെതിരെ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കെതിരെ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യവും കോയമാർക്കെതിരെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിട്ട് വരും. ഇപ്പൊ എങ്ങനെയാണ് ഇവർക്ക് ഒരു ജനത എന്നുള്ള രീതിയിൽ രക്ഷപ്പെടാനുള്ള വല്ല സാധ്യതയും കാണുന്നുണ്ടോ ടീച്ചർ? അയ്യോ, വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മള് ഏത് കാര്യവും നിർഭയത്വത്തോടുകൂടി എതിരെ ആര് നിൽക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ മനസാക്ഷിയുണ്ട്, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് ഒരു കോടതി. അതിനനുസൃതമായിട്ട് ഏതു വിഷയങ്ങളിലെയും അഭിപ്രായം നമുക്ക് തുറന്നു പറയാൻ കഴിയണം. അതിനകത്ത് കറയുണ്ടാകാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ അഭയാർത്ഥികൾ ഉണ്ടാക്കുന്ന പ്രശ്നമായിരുന്നാലും, ഇസ്ലാം മത തീവ്രവാദികൾ ഉണ്ടാക്കുന്ന പ്രശ്നമായിരുന്നാലും, ഇനി അതല്ല, ഇനിയും ഇവര് പല രാജ്യങ്ങളിലും ചെന്ന് കയറി അവിടുത്തെ പൗരത്വമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് കാണിച്ചു കൂട്ടുന്നതായിരുന്നാലും ശരി, അതൊക്കെ പറയാതിരിക്കുന്നത് എന്തിനാ? ആരെ സുഖിപ്പിക്കാനാ? ഇപ്പോ നമ്മുടെ ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തു. അന്ന് ഇവര് ശക്തിയുക്തം എതിർത്തിരുന്നെങ്കിൽ, സഭാ നേതൃത്വം ജോസഫ് മാഷോടൊപ്പം നിന്നിരുന്നെങ്കിൽ, അതിനുശേഷം വന്ന 100 കണക്കിന് സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ പൂഞ്ഞാറിലെ പള്ളിമേടയിലേക്ക് ഇരച്ചു കയറി കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് സഹവൈദികനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചതടക്കം 18ഓളം പ്രായപൂർത്തിയാകാത്ത മുറിയൻ കുഞ്ഞുങ്ങൾ കയറിക്കാണിച്ച സാഹസികതകൾ, എന്തെല്ലാം രൂപത്തിലുള്ള പ്രഹസനങ്ങൾ ഇവരിവിടെ ഉണ്ടാക്കി തീർന്നു. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താണ്? പ്രതികരിച്ചാൽ ആദ്യത്തെ പ്രതികരണമേ മതിയാകൂ. അത് മതിയാകും. പക്ഷേ അത് പ്രതികരിക്കാതിരുന്നാൽ പിന്നീട് ജീവിതത്തിൽ ലൈഫ് ടൈം പ്രതികരിക്കേണ്ടി വരില്ല. ഇപ്പൊ 2026 പുറത്തിറങ്ങുവാണ് സിറ്റിസൺ വിജിലന്റ് എന്ന ഒരു ചലച്ചിത്രം. ഇപ്പൊ ഇന്ന് നമുക്കറിയാം, നമ്മൾ ഈ ജീവിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തില് പലപ്പോഴും സോഷ്യൽ മീഡിയയാണ് പല രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും കാരണം. ഇപ്പോ അഷ്കർ എന്ന് പറയുന്ന ഒരു നരാധമൻ 1.5 വയസ്സുകാരനെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തി. സോഷ്യൽ മീഡിയയിൽ ആ വിഷയം വല്ലാതെ കത്തിക്കേറിയപ്പോൾ അവനെ അറസ്റ്റ് ചെയ്യുകയല്ലാതെ നിവൃത്തിയില്ല. അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചേർത്തേ മതിയാകൂ എന്നൊരു സാഹചര്യത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന ഒരു കൊടും ഭീകരൻ ഡൽഹിയിൽ നിന്ന് വന്ന് ആലപ്പുഴ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിന് കോഴിക്കോട് എലത്തൂര് വെച്ചിട്ടാണ് അവൻ പെട്രോൾ ഒഴിച്ച് തീ വെക്കുന്നത്, ഒരു ബോഗി. അവൻ എന്നിട്ട് രക്ഷപ്പെടുവാണ്. കണ്ണൂര് പോകുന്നു. അതേ ട്രെയിനിൽ തന്നെ ഭാഗികമായി പൊള്ളലേറ്റിട്ടുണ്ട് ശരീരത്തിന്റെ. എന്നിട്ട് അവൻ അവിടെ രക്ഷപ്പെടുന്നു. അവിടെ നിന്ന് അവൻ മഹാരാഷ്ട്രയിൽ എത്തുന്നു. സോഷ്യൽ മീഡിയ സജീവമായിട്ട് ചാനൽ ചർച്ചകളിൽ ജനം TV-യിൽ 4 ദിവസത്തോളം ഞങ്ങൾ ആ വിഷയം തന്നെ ചർച്ചയ്ക്കിട്ടു. അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അവനെ പിടിച്ചേ മതിയാകൂ എന്നുള്ളൊരു അന്തരീക്ഷം എത്തി. മഹാരാഷ്ട്രയിൽ അവൻ എത്തിക്കഴിഞ്ഞു. അവിടെ നിന്ന് അവനെ പിടിച്ചിവിടെ കൊണ്ടുവരേണ്ടി വന്നു. പലപ്പോഴും സമൂഹ മാധ്യമങ്ങൾ ഇതിന് വലിയ രൂപത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോ അതുപോലെ ഇവർ നിർബന്ധിതരാകുവാണ്.
ഇന്ന് സിനിമയാണ് പലപ്പോഴും പല സാഹസികമായിട്ടുള്ള കാര്യങ്ങളിലൂടെയും കഥ പറയുന്നത്. ഇപ്പൊ ദുരന്തർ ആയിരുന്നാലും ശരി, കാശ്മീർ ഫയൽസ് ആണെങ്കിലും, ദി കേരള സ്റ്റോറി 1ഉം 2ഉം ഒക്കെ ആയിരുന്നാലും ശരി, ഈ സിനിമയെ അവർ ഭയക്കുന്നത് സിനിമയിലൂടെ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നതുകൊണ്ടാണ്. ഇപ്പോ ഈ സിറ്റിസൺ വിജിലന്റ് എന്ന് പറയുന്ന സിനിമ, ആദ്യം ഈ സിനിമയ്ക്ക് നിയന്ത്രണവുമായി വരുന്നത് ജർമ്മനിയാണ്. എന്തിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് അവർ പറയുന്നുണ്ട്. അക്രമാസക്തമായിട്ടുള്ള ഉള്ളടക്കം ഉണ്ടായിരുന്നു എന്നാണ് ആദ്യത്തെ കണ്ടെത്തൽ. ജർമ്മനിയിലെ സെൻസർ ബോർഡ് അഥവാ FSK എന്നങ്ങാണ്ട് അതിന്റെ പേരും തോന്നുന്നു, അത് ഈ ചിത്രത്തിന് പ്രായപരിധി, അതായത് ഏജ് റേറ്റിംഗ് ഇത്രയാണ് എന്ന് നൽകാൻ അവർ വിസമ്മതിച്ചു. അതായത് സിനിമ എടുത്തവർ പറയുവാണ്, അങ്ങനെ എന്തെങ്കിലും ടെററിസം ഇതിനകത്തുണ്ടെങ്കിൽ നമുക്ക് ഏജ് റെസ്ട്രിക്ട് ചെയ്യാം. അത് പറ്റില്ല. അതായത് കുടിയേറ്റക്കാർക്കെതിരെ അക്രമം പ്രോത്സാഹിപ്പിക്കുകയും നീതി സ്വന്തം കയ്യിലെടുക്കുകയും ചെയ്യുന്ന പ്രവണതയെ ഈ വിജിലന്റിസം മഹത്വവൽക്കരിക്കുന്നു എന്നായിരുന്നു ജർമ്മനി പറഞ്ഞത്. അപ്പോഴും അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവരെ പ്രതിരോധിക്കാൻ. അതൊന്നും മതിയാകുന്നില്ല. അപ്പോൾ ഒരു സിനിമയിലൂടെയെങ്കിലും ഇത് ജനങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയുന്നത്. അപ്പോഴും സെൻസർ ബോർഡ് അതിനെതിരെ നിൽക്കുവാണ്. പിന്നീട് ഇപ്പോ നമ്മുടെ രാജ്യത്ത് തന്നെ ഏതെല്ലാം രൂപത്തിലുള്ള സിനിമകൾ വരുന്നുണ്ട്. ഈ സിനിമയിലൊന്നും ടെററിസം ഇല്ലേ, അക്രമമില്ലേ? അപ്പോ ജർമ്മനിയില് ഒരു സിനിമയ്ക്ക് പ്രായപരിധി ലഭിച്ചിട്ടില്ലെങ്കിൽ അത് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാനോ പരസ്യം ചെയ്യാനോ പൊതുസ്ഥലങ്ങളിൽ അത് വിൽക്കാനോ നിയമപരമായിട്ട് പറ്റില്ല. ജർമ്മനിയിലെ സാധാരണ വിതരണത്തെ ആ സിനിമ അത് തടസ്സപ്പെടുത്തി. അതായത് ഇതിനകത്തൊന്നുമില്ല. ഇപ്പം എന്താണ് ഉവേ ബോളെന്നോ അങ്ങനെ കണ്ടെന്ന് തോന്നുന്ന അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒരു പോസ്റ്റ് എഴുതിയിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അയാളാണ് സംവിധാനം ചെയ്തത്. ഇപ്പം ആർമി ഹാമർ ആണ് നായകനായിട്ട് ഈ സിനിമയിലേക്ക് വരുന്നത്. ഇത് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ജനത, അവര് അഭയാർത്ഥികൾക്ക് അഭയം നൽകി അവർക്ക് മനുഷ്യാവകാശം നൽകിയതിന്റെ പേരിൽ സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുകയും സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവര് പ്രതിരോധിക്കാൻ സന്നദ്ധരാകുന്നു. സ്വീഡനിൽ എന്തുകൊണ്ടാണ് ഖുർആൻ വലിച്ചിട്ട് ആളുകൾ കത്തിച്ചത്? സിറിയൻ ജനത എന്തുകൊണ്ടാണ് ഖുർആൻ വലിച്ചിട്ട് സിറിയയാണെന്ന് ഓർക്കണം. പാകിസ്ഥാനി ജനത എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? ഇറാനിൽ എന്തുകൊണ്ടാണ് കൊമേനിയുടെ ചിത്രത്തോടൊപ്പം ഖുർആനും ഹദീസും ബുർക്കയും ഒക്കെ നിന്ന് കത്തിയത്? അതെ, ആ രാജ്യത്തെ നിയമം അവരെ വരിഞ്ഞു മുറുക്കുന്നു. അവർക്ക് ജീവിക്കാൻ വയ്യ. ഇവിടെ UK-യിലാണെങ്കിലും ഇനി ഏത് യൂറോപ്യൻ കൺട്രികളിലാണെങ്കിലും ഈ അഭയാർത്ഥികളായിട്ട് വലിഞ്ഞു കയറി വന്ന ആളുകൾ, അവരെ എന്താണോ അവരുടെ ജന്മനാട്ടിൽ നിന്നും പുറത്താക്കിയത് മതം, ആ മതം ഇവര് വലിഞ്ഞു കയറിയ രാജ്യത്തും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇവര് നിയമം കയ്യിലെടുക്കുവാണ്. ഇതിലെ കുടിയേറ്റ വിരുദ്ധ പരാമർശങ്ങളും ചിത്രീകരണങ്ങളും ഒക്കെയാണ് ഒരു വിഭാഗത്തിന് പ്രയാസമുണ്ടാക്കിയത്. അതില് പിന്നെ ഇത് സെൻസർഷിപ്പിന്റെ ഭാഗമാണെന്നും ഭരണകൂടം തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കു വേണ്ടി ഈ സിനിമയെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നുമാണ് ഈ സംവിധായകൻ ഉവേ ബോള് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അന്ന്. പിന്നീട് ഇലോൺ മസ്ക് ഇതിനകത്ത് ഇടപെടുവാണ്. ചിത്രത്തിന് ജർമ്മനിയിൽ നേരിട്ട നിയന്ത്രണങ്ങൾക്ക് വലിയ രൂപത്തിൽ പ്രതിഷേധമുണ്ടാക്കണമെന്നാണ് ഇലോൺ മസ്കിന്റെ അഭിപ്രായം. അദ്ദേഹം ഈ സിനിമയെ പിന്തുണച്ച് രംഗത്ത് വന്നു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിലൂടെ 48 മണിക്കൂർ നേരത്തേക്ക് സൗജന്യമായിട്ട് ഈ സിനിമ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞ് അവസരമൊരുക്കി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് താൻ ഇതിനെ കാണുന്നത് എന്നാണ് മസ്ക് സൂചിപ്പിച്ചത്. അതായത് ഈ സിനിമ ഇല്ലാത്ത കഥയാണ് പറയുന്നതെങ്കിൽ അവരത് പറയട്ടെ, സിനിമയെ സിനിമയായി കാണുക. ഇത്തരം നിയന്ത്രണങ്ങൾക്കിടയിലും ആ ചിത്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ മറ്റ് രാജ്യങ്ങളിൽ പോലും സുലഭമായി കാണാനുള്ള സൗകര്യം ഇലോൺ മസ്ക് ഉണ്ടാക്കുന്നു. അതായത് ഇത്രയുള്ള കാര്യം, നമുക്കെതിരെ വരുന്ന, രാജ്യത്തിന് ഭീഷണിയാകുന്ന, മനുഷ്യന്മാരുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഒരു ആശയത്തെ, ഒരു ആദർശത്തെ, ഒരു വിഭാഗം ജനതയെ പുറത്തു കൊണ്ടുവരണം. അവരെ ജനങ്ങൾ തിരിച്ചറിയണം. അതിനെയും അവർക്ക് പച്ചക്കൊടി കാണിക്കുന്നത് മാർപ്പാപ്പയാണെങ്കിലും ക്രിസ്ത്യൻ നേതൃത്വമാണെങ്കിലും ശരി, അതിനെ കണ്ണടച്ചുകൊണ്ട് എതിർക്കുക തന്നെ വേണം. ഇപ്പോ മാർപ്പാപ്പയുടെ നിലപാടുകൾ പലപ്പോഴും കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കുമൊക്കെ മനുഷ്യാവകാശം നൽകണമെന്നും അവരുടെ താല്പര്യങ്ങൾ, അവരുടെ മതവിശ്വാസങ്ങൾ, അവരുടെ ആശയങ്ങൾ, ആദർശങ്ങൾ ഇതൊക്കെ സംരക്ഷിക്കണം എന്നുമൊക്കെ പറയുന്നുണ്ടല്ലോ. അത് സ്വകാര്യതയായിരിക്കണം എന്ന് ഒരിക്കലും മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പൊ നമ്മളൊക്കെ, ഇപ്പൊ ഞാൻ വിശ്വാസിയല്ല,
സുപ്രു വിശ്വാസിയായിരിക്കും, നമ്മുടെ വക്കീൽ വിശ്വാസിയായിരിക്കും. അപ്പോ നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും എന്റെ നിരാസത്തെ ബാധിക്കരുത്. എന്റെ വിശ്വാസരാഹിത്യം ഒരിക്കലും നിങ്ങളുടെ വിശ്വാസത്തെയും ബാധിക്കരുത്. അത് നമ്മളുടെ സ്വകാര്യതയാണ്. നമ്മൾ എല്ലാവരും ഒരുമിക്കുന്ന, യോജിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് ഈ രാജ്യമാണ്, അത് ഈ രാജ്യസ്നേഹമായി, രാജ്യത്തിന്റെ ജനാധിപത്യമാണ്. നമ്മളുടെ സുഗമമായ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളെ എതിർക്കുക എന്നതിലാണ് നമ്മൾ എല്ലാവരും ഒരേപോലെ യോജിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നത്. ഇപ്പൊ അഭയാർത്ഥികളെ അനിയന്ത്രിതമായി സ്വീകരിക്കുന്നത് പല രാജ്യങ്ങളുടെ സുരക്ഷയെയും ബാധിക്കുമെന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല. ഓരോ രാജ്യത്തിനും സ്വന്തം അതിർത്തികൾ നിയന്ത്രിക്കാനും ആരെ പ്രവേശിപ്പിക്കണം, ആരെ പ്രവേശിപ്പിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കാനുമുള്ള അവകാശമുണ്ട്. പക്ഷെ അപ്പോഴും കുടിയേറ്റം വർദ്ധിക്കുന്നത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനും ഭീഷണിയാണ് എന്ന് ആ രാജ്യം പറയുമ്പോൾ മാർപ്പാപ്പ പറയുന്നു അവരും ജീവിക്കാൻ അർഹതയുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ അവർ ഈ രാജ്യത്തൊക്കെ ഉണ്ടാക്കുന്ന സകലമാന കെടുതികൾക്കും ക്രൂരതകൾക്കും സ്ഫോടനങ്ങൾക്കും കാലിന്റെ ഇടയിൽ ഇരുമ്പ് സാധനം വെച്ചിട്ട് പൊട്ടിത്തെറിക്കാൻ ശ്രമിക്കുന്ന എല്ലാ തരത്തിലുള്ള ഭീകരതകൾക്കും അതിന്റെ നാശനഷ്ടങ്ങൾക്കും ഉത്തരവാദിത്വവും കക്ഷി വഹിക്കാൻ തയ്യാറാകണ്ടേ?